കേരള മൊട്ടാകെ മലയാളി ദിനമായി ആചരിക്കുന്നു. 56ാമത് കേരള പിറവി കേരള സംസ്കാരത്തിൻ്റെ തേജസ്സുറ്റ മുന്നേറ്റത്തിന് ന്യൂനതമായ പരിഷ്കാരത്തിലൂടെ സാംസ്കാരിക കേരളത്തെ ചൈതന്യവത്തായ ഒരു മുന്നേറ്റം കുറിക്കുന്ന പ്രവർത്തന പരിപാടിയുമായി നമ്മുടെ കേരളം ഒട്ടാകെ മുന്നോട്ട് നീക്കുന്ന ഒരു പരിസ്ഥിതിയാണ്. സാംസ്കാരിക ചിന്താധാരയിൽ ഭാരത സംസ്കാരത്തിൻ്റെ മനോഹരമായ പ്രവർത്തന പന്ഥാവും വാസ്തവമായ ഭാവിക്കും ന്യൂനതമായി വെളിച്ചം പകരുന്ന ആശയധാരയാണ് മലയാള സംസ്കാരവും മലയാള ഭാഷയും കേരള സമൂഹത്തിനും ലോക സമൂഹത്തിനും നൽകിയിട്ടുള്ളത്. ഭാഷാപരമായ ഐക്യമത്യം ധ്വനിപ്പിച്ചുകൊണ്ട് മലയാള ഭാഷ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പാഠ്യവിഷയമായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള കേരള പിറവി ദിനവുമാണ് ഈ 56ാമത് കേരള പിറവി. രാഷ്ട്രത്തിന്റെ ഐക്യവും സംസ്കാരവും ഉത്തമമായ രീതിയിൽ ഉയർത്തുവാൻ ഉതകുന്ന തരത്തിലുള്ള മലയാളികളുടെ ശ്രമകരമായ മുന്നേറ്റത്തിന് ആക്കം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കേരള സർക്കാർ നമ്മുടെ മലയാള ഭാഷയെ സമുന്നതമാക്കുവാൻ വേണ്ടിയുള്ള ബൃഹത്തായ പ്രവർത്തനത്തിന് ആക്കം വർദ്ധിപ്പിക്കുവാൻ മലയാള ഭാഷയുടെ ആചാര്യൻ നമ്മുടെ പ്രിയപ്പെട്ട തുഞ്ചത്ത് എഴുത്തച്ഛന്റെ സ്മരണ മുൻനിർത്തിക്കൊണ്ട് ഒരു മലയാള സാംസ്കാരിക ചിന്താഗതി പുലർത്തുവാനുതകുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. രാഷ്ട്രത്തെ തേജസ്സുറ്റ രീതിയിൽ സാംസ്കാരിക ചിന്താധാരയും മലയാളത്തിന്റെ പവിത്രമായ മുന്നേറ്റത്തിന് ആക്കം വർദ്ധിപ്പിക്കുവാനും ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ അർത്ഥപുളകിതരാക്കുവാനുമുള്ള പ്രചോദനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ന് കേരളത്തിൽ നിന്നും ധ്വനിക്കുന്ന ആ സ്നേഹപരമായ ഭാഷയുടെ വിന്യാസത്തിന്റെ വിശാലത കുറിക്കുന്ന ഈ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഇന്ന് തുടക്കം കുറിക്കുന്നത് എന്നുള്ള വസ്തുത മലയാളികളുടെ അഭിമാനപുളകിതമായ ചിന്താ പന്ഥാവിന് വെളിച്ചം വീശുന്ന ചലനാത്മകമായ പ്രവർത്തന പന്ഥാവുകൾക്ക് ആക്കം വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. മലയാള സംസ്കാരത്തിന് ചൈതന്യവത്തായ പ്രവർത്തനവും ഊഷ്മളമായ ചിന്താ പന്ഥാവും വിന്യസിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ കേരള സർക്കാർ വിശ്വ മലയാള സമ്മേളനത്തിൽ തുടക്കം കുറിച്ചു. രാഷ്ട്രത്തിന്റെ ചേതസുറ്റ ഒരു സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കെട്ടുവാൻ ഉതകുന്ന തരത്തിൽ മലയാള സമൂഹത്തെ തേജസുറ്റ രീതിയിൽ ന്യൂനതമായ രീതിയിൽ ആവിഷ്കരിക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി നമ്മുടെ കേരളത്തിലെ മലയാളികളെയും ലോക മലയാളികളെയും സമുന്നതമായ ചിന്താപന്ഥാവ് അവരുടെ മാനവീയതയ്ക്ക് വിഭാവന ചെയ്യുന്ന തരത്തിൽ കേരളത്തിൽ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ആ പാവനമായ പ്രണയെ അയവിറക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയും ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിച്ചപ്പോൾ നവംബർ 1 കേരള പിറവി കേരളമൊട്ടാകെ മലയാളി ദിനമായി ആചരിക്കുകയും മലയാള ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിദ്യാലയം ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാലയങ്ങളും മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പാഠ്യവിഷയം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതുപ്രകാരം ഈ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ വിദ്യാലയങ്ങളിലും മലയാള ഭാഷയ്ക്ക് 1ാം സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം കേരള സർക്കാർ ആവിഷ്കരിക്കുകയും ആ ആവിഷ്കാര തീരുമാനത്തെ ഞങ്ങൾ പ്രശംസിക്കുകയും അതിനനുഗുണമായ പ്രവർത്തന പന്ഥാവുകൾക്ക് ആക്കം വർദ്ധിപ്പിക്കുവാനുള്ള പ്രചോദനം നൽകിക്കൊണ്ട് കേരളീയമായ സാംസ്കാരിക പൈതൃകത്തെ ഉയർത്തിക്കാട്ടുവാൻ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടുവാൻ ശക്തമായ പ്രവർത്തനങ്ങളുമായി കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം മുന്നോട്ട് നീങ്ങുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്നേഹത്തിന്റെ വിശാലതയിൽ ന്യൂനതമായ പ്രവർത്തന പന്ഥാവുകൾക്ക് ആക്കം വർദ്ധിക്കുക സാഹിത്യ മേഖലയിൽ നമ്മുടെ ഭാരതീയ സാഹിത്യ ശാഖയിൽ നവീനമായ ഒരു മുന്നേറ്റം കുറിക്കുവാൻ നമ്മുടെ കേരളത്തിലെ മലയാള സാംസ്കാരിക ജീവിതത്തിലെ സാഹിത്യ നായകന്മാർക്ക് കഴിയുന്നുണ്ട്. ആ ലക്ഷ്യബോധത്തിന് കരുത്തും ശക്തിയും നൽകുന്ന പ്രവർത്തന പന്ഥാവാണ് ഇന്ന് ഗവൺമെന്റ് തലത്തിലും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തെ ഉൾക്കൊള്ളുന്നതോടെ ഉൾക്കൊള്ളുവാനും കേരള സംസ്കാരത്തെ ചൈതന്യവത്തായ രീതിയിൽ ആർജിച്ചുകൊണ്ടുകൊണ്ട് മലയാളത്തിന്റെ വിന്യാസത്തെ ലോക സമുച്ചയത്തിലേക്ക് സമർപ്പിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആക്കം വർദ്ധിപ്പിക്കുന്ന ഈ വേളയിലാണ് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ
ഈ 56ാമത് ഈ കേരള ജന്മദിനമായ നവംബർ 1 കേരള പിറവി കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ മലയാളി ദിനമായി ആചരിക്കുന്നത്. ഈ മലയാളി ദിനാചരണത്തിന്റെ ഭാഗമായി സാംസ്കാരിക പൈതൃകത്തെ ഉയർത്തിക്കാട്ടിച്ചുകൊണ്ട് ലോകത്തിന്റെ സ്നേഹപൂർണമായ സമൂഹത്തിൽ മലയാളി സമൂഹത്തിൽ ആവേശപ്രദമായ ഒരു ചിന്താഗതി വളർത്തുവാനുള്ള പ്രചോദനം ആർജിക്കുവാൻ കഴിയണം എന്നുള്ള ലക്ഷ്യബോധത്തിൽ മഹാത്മാഗാന്ധി ആശിച്ചതുപോലെ സർവമത സാഹോദര്യം പുലരുന്ന വ്യത്യസ്ത ഭാഷകളിലുള്ള ഫെഡറൽ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും പരിപാലിക്കാൻ ഓരോ പ്രാദേശിക മേഖലകളിലുള്ള ഭാഷകൾക്ക് നൽകേണ്ടെന്ന ആത്മമായ പരിഗണനയും ഉയർച്ചയും ഉയർത്തിക്കെട്ടിക്കൊണ്ട് വിദ്യാഭ്യാസപരമായ വിഘടിതമായ ഓരോ മേഖലകളിലും വ്യത്യസ്ത ഭാഷയിലും വ്യത്യസ്ത സംസ്കാരത്തിലും പെട്ട ആശയധാരയെ ഭാരതീയമായ ആശയ ശൃംഖലയിൽ ജീവിച്ചെടുത്തുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഉയർത്തുവാനുള്ള മഹനീയമായ പ്രവർത്തന ലക്ഷ്യം മഹാത്മാഗാന്ധിയുടെ ആശയധാരയിൽ ജീവിച്ചെടുത്തുകൊണ്ട് സ്നേഹത്തിന്റെയും സൗരഭ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആ വികാരത്തിലൂടെ ഉയർന്നു വരുവാൻ ഉതകുന്ന തരത്തിൽ നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ സ്മാരകമായി അദ്ദേഹത്തിന്റെ ആ തിരുമണ്ഡപത്തെ തുതിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ കേരളത്തിൽ ഇന്ന് തുടക്കം കുറിച്ച മലയാള സർവകലാശാലയ്ക്കും വിശ്വ മലയാള സമ്മേളനവും അതോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ ഭാവി കേരളത്തെ കരുത്താർജിക്കുവാൻ ഉതകുന്ന തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ലഹരിക്ക് അടിമപ്പെടാത്ത സമഗ്രമായ ശ്രേണി ഉയർത്തിക്കൊണ്ട് ലഹരിക്ക് അടിമപ്പെടാത്ത വിദ്യാഭ്യാസ ശൃംഖലയും മറ്റു ന്യൂനതമായിട്ടുള്ള പഠന മേഖലകളും വ്യാപിപ്പിക്കുവാനുള്ള ആ ലക്ഷ്യബോധത്തിൽ അടിത്തറവായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നാണ് കേരള സമൂഹത്തിൽ വളർത്തുവരുന്ന വിദ്യാർത്ഥിനികളോടും യുവതിയുവാക്കളോടും കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന് വേണ്ടി അതിന് സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുമെന്നുള്ള പ്രത്യാശയോടെ ആ ലക്ഷ്യബോധം ഊർജ്ജസ്വലമായി മുന്നേറുമെന്നുള്ള പ്രതീക്ഷയോടെ അത് സാക്ഷാത്കരിക്കുവാൻ ആവേശപ്രദമായ കേരള വിദ്യാർത്ഥി സമൂഹവും യുവജന സമൂഹവും ആർജവത്തോടെ ഉൾക്കൊള്ളുമെന്നും അത് മുന്നേറുമെന്നുമുള്ള പ്രത്യാശയും ഉൾക്കടയും ആവേശപ്രദമായി വിന്യസിക്കുവാനുള്ള ആ ചിന്താ പന്ഥാവുമായി കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളമൊട്ടാകെ മലയാള ദിനമായി ആചരിക്കുന്നത് മൂലം സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഉന്നമനത്തിന് തക്ക തരത്തിലുള്ള ഒരു മലയാള ഭാഷയുടെ വിന്യാസം സാധൂകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ലക്ഷ്യബോധത്തോടുകൂടിയുള്ള സമീപനത്തെ ആശീർവദിക്കുന്നു. മലയാള സമൂഹത്തിന് എന്ന് ഉണർത്തുപാട്ടായി ഈ ഭാഷാ സംസ്കാരത്തിന്റെ വിന്യാസത്തെ ഉൾക്കൊള്ളുവാൻ കഴിയണം. ആ ലക്ഷ്യബോധം ആർജിക്കുന്നതിന് വേണ്ടി കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലം കഴിഞ്ഞ കാലഘട്ടത്തെ പോലെ മുന്നോട്ട് പ്രയാണം നടത്തുന്നു. സ്നേഹപൂർവ്വമായി സ്നേഹവിശ്വാസത്തോടെ ജയ് ഹിന്ദ് ജയ് ഭാരത്.